പണ്ട് എന്ത് പറഞ്ഞാലും ഭർത്താക്കന്മാർ പറഞ്ഞ പെണ്ണ് ക്ഷമിക്കും. ഇന്ന് ഒരു വാക്കിനപ്പുറത്തേക്ക് ക്ഷമിക്കൂല പെണ്ണുങ്ങൾ. അതിന് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ്, അവരുടെ ബോഡി മാറിയതാണ്. രണ്ട് വാക്ക് കഴിഞ്ഞാൽ തല്ലുകൂടും. തല്ലുകൂടുന്ന സ്ഥിരമായ ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ വരാറുണ്ട്. സ്ഥിരം തല്ല്, പെരയിൽ നിന്ന് തല്ല്, ഭാര്യയും ഭർത്താവും നിന്ന് തല്ലുന്ന എത്രയോ ആളുകൾ ഇവിടെ വരും. എന്നോട് പറയും ഞങ്ങൾ തമ്മിൽ തല്ലാണ്. തല്ല് പണ്ട് അങ്ങനത്തെ സംഗതി ഇല്ല. പണ്ട് ഭർത്താവ് എന്ത് പറഞ്ഞാൽ ഭാര്യ കേൾക്കും. ഇപ്പം പെണ്ണ് എന്താ കാരണം ഇന്നത്തെ പുതിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ക്ഷമ നഷ്ടപ്പെടുത്തി. അതിനെ കാണാനൊക്കെ എല്ലാവരും നല്ലൊരു ചൊറുക്കുണ്ടാവും, കാണാനൊക്കെ ചൊറുക്കുണ്ടാവും. ഇപ്പം മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, വയറ് കെട്ടാൻ. ഒരു കല്യാണത്തിന് ആഘോഷത്തിനൊക്കെ പോകുമ്പോൾ വയറ് കെട്ടിപ്പോവും. അങ്ങനത്തെ സ്ത്രീകൾ ധാരാളമുണ്ട്. വയറാണ് കെട്ടും. അതൊക്കെ വലിയ ദോഷം ഉണ്ടാക്കണം. എന്തുകൊണ്ട് വയറ് കെട്ടേണ്ടിക്കുന്ന ആജാതി കെട്ടി കിടക്കേണ്ട സാധനങ്ങൾ വയറ്റിൽ വയറ് കെട്ടുന്ന ഒരു പ്രത്യേക സാധനം മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. അത് കെട്ടുന്ന ധാരാളം ആളുകൾ ഇന്നുണ്ട്. എന്തുകൊണ്ടാണ് കെട്ടേണ്ടി വരുന്നത്? വയറ് കെട്ടേണ്ടി വരുന്നത് എന്തുകൊണ്ട്? വയറ്റിൽ നീരുണ്ട്, അല്ലെങ്കിൽ മാലിന്യമുണ്ട്. ഈ നീര് വയറ്റിൽ എങ്ങനെയാണ് കിട്ടിയത്? കഴിക്കേണ്ടത് കഴിച്ചില്ല, കഴിക്കേണ്ടാത്ത കഴിച്ചു. എന്നെ പ്രമേഹ ചികിത്സക്കായി കാച്ചിൽ പ്രധാനപ്പെട്ടതാണ്. പ്രമേഹം, പഞ്ചസാര, ശരീരത്തിലെ പഞ്ചസാര കുറക്കാൻ പ്രധാനപ്പെട്ട സാധനമാണ് കാച്ചിൽ, കൗട്ട്. ഇത് ഈ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾക്ക് ലാഭം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പെണ്ണുങ്ങളെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കരിക്കുക, അടുക്കള ക്ലിയറാക്കി കൊടുക്കുക. തന്നെ അല്ലാതെ പെണ്ണുങ്ങളെ ഒരു മൊബൈൽ രാവിലെ മുന്നിൽ വെക്കുക, എന്നിട്ട് ഇങ്ങനെ ദിക്റിൽ കുത്തിരിക്കുക. ഇതല്ല പെണ്ണുങ്ങൾ എടുക്കേണ്ട പണി. ഇപ്പം പെണ്ണുങ്ങളെ ഇബാദത്ത് അതാ. അടുക്കളയിൽ പണിയെടുക്കാൻ പെണ്ണുങ്ങൾ നേരമില്ല. പെണ്ണുങ്ങളൊരു ഒരു മൊബൈലിടെ വെക്കും, അതിൽ പറഞ്ഞ ദിക്റൊക്കെ ചെല്ലും. പണ്ടുള്ള ആളുകളൊന്നും സ്വർഗത്തിൽ പോയിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഖദീജ ബീവി എവിടെ ഇരിക്കും? ചെല്ലണ ഈ ദിക്റൊക്കെ ഇപ്പോൾ ഖദീജ ബീവി എല്ലിച്ചുണ്ടോ? അല്ല, സ്വർഗത്തിലെ രാജകുമാരി ഖദീജ ബീവിയാണല്ലോ. മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ദിക്റില്ല എവിടെയുണ്ട് ഖദീജ ബീവിക്ക്? നിങ്ങളെ പണി എന്താണ്? പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ശുദ്ധമായി ജീവിക്കുക, അവിടെ ശരീരം സംരക്ഷിക്കുക, ഭർത്താവിൻ്റെ ധനവും ഭർത്താവിന് മുതലും സംരക്ഷിക്കുക, കുട്ടികളെ വളർത്തുക, ഭക്ഷണം ക്ലിയറാക്കി കൊടുക്കുക. ഇതിനേക്കാളും വലിയ ഇബാദത്ത് എന്താ? ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഇബാദത്ത് പറയും. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഇബാദത്ത് താഴ്മ ഭക്ഷണം കൊടുക്കലാണ്. അത് പൈസ ചെലവാക്കിയത് ഭർത്താവാണെങ്കിലും അത് ഭക്ഷണം തിന്നാനാക്കി കൊടുത്തത് ആരാ? നിങ്ങൾ പറയും. ഈ ലോകത്തെ ഏറ്റവും വലിയ ഇബാദത്ത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷം പിന്നീട് അവരെ ഒരു ശിഷ്യൻ സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പഠിച്ചോ നിങ്ങൾക്ക് കരുണ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഒരു രാത്രി ഞാൻ എഴുത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് മഷി വെച്ചിരുന്നു. ആ മഷി എനിക്ക് ആ രാത്രി എഴുതാനുള്ളതാണ്. പക്ഷേ ഒരു സംഘം പ്രാണികൾ വന്ന് ആ മഷി കുടിച്ചു. അപ്പോൾ അത് കുടിച്ച് ആ ദാഹം ഉണ്ടായതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് വിട്ടുകൊടുത്തു. എനിക്ക് പിന്നെ മഷി ഉണ്ടാക്കാൻ വേണ്ടി വെച്ച ഈ വെള്ളം ഇതാണ് കുടിച്ചു തീർത്തു. ആര്? ഈ പ്രാണികൾ. ഞാൻ ഒന്നും ചെയ്തില്ല. എനിക്ക് വേറെ അന്ന് മഷിൻ്റെ സംവിധാനമില്ല, ഞാനന്ന് എഴുതിയതുമില്ല. സാധുക്കൾ ദാഹം തീരട്ടെ എന്ന്. അത് അള്ളാഹുവിൻ്റെ അടുക്കലെത്തിയപ്പോൾ മലക്കൾ ഈ ഗുണം എന്നോട് എടുത്തു പറഞ്ഞു. ഈ സൃഷ്ടികളോട് കാണിച്ച ഒരു ഭക്ഷണം, അതിനൊരു വെള്ളം ഭക്ഷണം. നമ്മളെ നാട്ടിൽ, നമ്മളെ വീടുകളിലൊക്കെ എന്തായിരുന്നു, പെണ്ണുങ്ങൾ അടുക്കളയിൽ ഫുൾ ടൈം ഉണ്ടാവും. അതുകൊണ്ട് ഒരു നേരം ഒരു ചായ എടുക്കുന്ന ഒരു വീട്ടിൽ പറയേണ്ട ആവശ്യം വരില്ല പണ്ടത്തെ കാലത്ത്. ഇന്നൊരു മനുഷ്യൻ ഒരു മണിക്കൂർ വീട്ടിൻ്റെ മുന്നിൽ വന്നിരുന്നാലും പെണ്ണുങ്ങളത് പുറത്തേക്ക് അറിയില്ല, അത്തേക്കൊരു അറിയില്ല. ഇനി അറിഞ്ഞാലും ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ ഒരു പറയണം, ഒരു ചായ ഉണ്ടാക്കുക. പണ്ട് പണ്ട് ഇത് ഞാൻ പറഞ്ഞ സത്യമാണോ അല്ല നിങ്ങൾ പറയും. പണ്ടൊരാൾ പുറത്ത് വന്ന് കൊയലായിൽ വന്നിരുന്ന് ഒരാണിനോട് വർത്താനം പറയുന്ന കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോഴത്തേന് അത് എന്തെങ്കിലും ഉണ്ടാക്കും, എന്തെങ്കിലും സാധനം ഉണ്ടാക്കും. ഒരു തുള്ളി ഒരു മുറുക്ക് വെള്ളം കുടിക്കാതെ പോല. എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു മുറുക്ക് വെള്ളം കുടിക്കാതെ എൻ്റെ ഉമ്മയുള്ള കാലത്ത് ഒരാൾ പുറത്തു പോയിട്ടില്ല.
അതന്നെ ആ മനുഷ്യൻ്റെ ഗുണം. അത് മതി ആ മനുഷ്യന്. ഈ വരുന്ന ആളുകൾക്ക്, ചില ആളുകൾക്ക് ചിലപ്പോൾ വെള്ളം വേണ്ടി വരില്ല, അല്ലാതെ മനസ്സിലായില്ല. ചിലപ്പോൾ അവരെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ എന്തെങ്കിലും വെള്ളം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ വീട്ടിലേക്കല്ലേ പോണത്, എന്തെങ്കിലും വെള്ളം അവിടെ നിന്ന് കിട്ടുമല്ലോ, അതിനേക്കാളും വലിയ. അപ്പം അവരെ ആഗ്രഹം അനുസരിച്ച് ഒരു മുറുക്ക് വെള്ളം കൊടുത്താൽ അതിൻ്റെ ഗുണം എത്രയാണ്. ഇന്നിപ്പോൾ ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ പെണ്ണുങ്ങളോട് പറയണം, പണ്ട് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? പണ്ട് ഈ മൊബൈലിൻ്റെ മുന്നിൽ ഈ നിൽക്കറില്ല പരിപാടിയൊന്നും പെണ്ണുങ്ങൾക്കില്ല. പെണ്ണുങ്ങളെ പണ്ടതൊന്നുമില്ല, പണ്ടിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇന്നതല്ല. ഇന്ന് പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ തന്നെ. ഈ പെണ്ണുങ്ങളെ ഒരു കാര്യത്തിന് ഇപ്പം കിട്ടൂല. പെണ്ണുങ്ങൾ ഒന്നിരിക്കൽ ഈ ദിക്റ് ചെല്ലുക, അല്ലെങ്കിൽ സിയാറത്ത് പോവുക, പെണ്ണുങ്ങൾക്ക് ഒരു സംഘം ഒക്കെ തന്നെ പരിപാടി. ഇപ്പം ഇനിയിപ്പം ബസ്സിന് പൈസയും കൊടുക്കണ്ടേ, ഇനിയിപ്പോൾ കാലത്ത് പെണ്ണുങ്ങൾക്ക് പൊരിയെ കിട്ടാനല്ല. ഇനി ഏതായാലും പെണ്ണുങ്ങളെ പൊരിയേക്കാക്കണ്ട. പെണ്ണുങ്ങളെ നീ പൊരിയേക്കാക്കണ്ട. എന്തുകൊണ്ട്? ബസ്സിന് പൈസ കൊടുക്കണ്ടല്ലോ. അങ്ങനെ പോവുക തന്നെ. പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയും, രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിയും, ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കും. ആയുർവേദത്തിൽ മികച്ച ഒരു ഗുണമാണിത്. കാച്ചിൽ അഥവാ കാവത്ത് കഴിക്കുന്ന പുരുഷന്മാർക്ക് ശുക്ലവർദ്ധനവുണ്ടാവും. അവർക്ക് ലൈംഗിക ഒരു മരുന്ന് വേറെ കുടിക്കേണ്ടി വരില്ല. ശരീരത്തിന് ബലം കൊടുക്കും, ഓജസ് കൊടുക്കും. ഏത് വാർദ്ധക്യ കാലഘട്ടത്തിലും ശാരീരികമായ സുഖം അനുഭവിക്കാനും പിന്നെ ലൈംഗിക ശക്തിക്കും കഴിയും. കാച്ചിൽ സ്ഥിരമായി ഉപയോഗിച്ചാൽ അതിന് കഴിയും. ഇതൊക്കെ പഴയ കാലത്ത് ആയുർവേദത്തിൽ എഴുതി വെച്ചതാണ്. അപ്പോൾ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ ആയുർവേദത്തിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഔഷധമാണ് കാച്ചിൽ. കാച്ചിൽ നമ്മുടെ നാട്ടിലെ കാവത്ത്. കൃമിശല്യം ഉണ്ടാവില്ല തടിയിൽ. ത്വക്ക് രോഗങ്ങൾ, അതായത് പലത് പിന്നെ എന്താ പറയുക, കറുത്ത് പാട് വരിക, അതേപോലെ തന്നെ സ്കിന്നിന് ചെറിയ 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 പ്രശ്നങ്ങളുണ്ടാവുക, അതൊക്കെ ഇല്ലാതെയാവും. കുടലിലെ വിരകളെ ഇല്ലാതെയാക്കും. അപ്പം ഇതിനൊക്കെ മൂത്ര തടസ്സം ഇല്ലാതെയാവും. മലമൂത്ര വിസർജനം ഭംഗിയാക്കും. ഇത് കാച്ചിന് കഴിയും. അപ്പം ഇങ്ങനെ ഒരുപാട് കാച്ചിൽ അടങ്ങിയിട്ടുള്ള റെസിസ്റ്റൻ്റ് സ്റ്റാർച്ച് ദഹനപ്രക്രിയയെ സാവധാനത്തിലാക്കും. റെസിസ്റ്റൻ്റ് സ്റ്റാർച്ചിൻ്റെ അളവ് മറ്റു നാട്ടുകാർ കഴിക്കുന്നത് വളരെ കുറവാണ്. അതേസമയത്ത് അത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായും അതുണ്ടാവുകയും അത് അവരുടെ രക്തത്തിലേക്ക് പ്രമേഹത്തിൻ്റെ അളവ് കയറുന്നതിനെ കുറക്കാനുമൊക്കെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും, രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കും, ഹൃദയത്തിന് ആരോഗ്യമുണ്ടാവും. അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. സ്ഥിരമായി കാച്ചിൽ കഴിക്കുന്ന, കാവത്ത് കഴിക്കുന്ന ആളുകൾക്ക് രക്തസമ്മർദ്ദം കുറയും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ. ഈ അത് കാച്ചിലിനെ കണ്ടിട്ടില്ല. അതിന് പ്രത്യേകമായ ഒരു മുറിച്ചാൽ വേഗം അപ്പോഴത്തിന് ഒന്നിരിക്കൽ അതിനെന്തുണ്ടാവും, ഒരു വയലറ്റ് കളർ വരും. അല്ലെങ്കിൽ അത് പ്രത്യേക ആന്തോസയാനിൻ എന്നൊരു പ്രത്യേകമായ ഒരു സാധനം അതിലുണ്ട്. അത് ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. അത് ഹൃദയാഘാത സാധ്യത കുറക്കും. അതുകൊണ്ടാണ് അതിന് ആ കളർ വരുന്നത്. ആന്തോസയാനിൻ എന്നൊരു പ്രത്യേകമായ ഔഷധമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതെ അതൊക്കെ അതിൻ്റെ ഇനങ്ങളാണ്. ഈ കാവത്ത് വള്ളിക്കാവത്തുണ്ടല്ലോ, വള്ളിയിലുണ്ടാവും, അടിയിലല്ല. അത് അതും നല്ല ഔഷധമാണ്. അത് നല്ല ഔഷധമാണ്. വള്ളിമൽ ഇങ്ങനെ തൂങ്ങി കിടക്കും. അത് ആണുങ്ങൾക്ക് വളരെ ഗുണപ്പെട്ട ഒരു സാധനമാണ്. ആണുങ്ങൾക്ക് ഗുണമുള്ളതാണ്. ആണുങ്ങൾക്ക് ആണത്തം കൂട്ടും ഈ വള്ളിക്കാവത്ത്. അതൊക്കെ ഇപ്പം ജീവിതത്തിൽ ഇപ്പം നമ്മളെ പുതിയ കുട്ടികൾ ജീവിതത്തിൽ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഈ വള്ളിക്കാവത്ത് നമ്മൾ പഴയ കാലത്ത് എന്ത് ചെയ്യുന്നറിയോ, വള്ളിക്കാവത്ത് നമ്മൾ പിന്നെ പുഴുങ്ങി കഴിക്കും. പുഴുങ്ങിയിട്ട് തൊലി മാത്രം ഇങ്ങനെ വിരലുകൊണ്ട് ആ തൊലിയാണ് പോയാൽ മതി. നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായി ഈ സാധനം ഉണ്ടായിരുന്നു.
സാധനം കിട്ടും. അതൊക്കെ വയനാടൊക്കെ പോയാൽ കിട്ടും. കിട്ടും സാധനം, വയനാട് കിട്ടും. ഞാൻ ഏതായാലും ഈ മഴക്കാലത്ത് വയനാടൊന്ന് ചുറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് ഇപ്പോഴും ഇത്തരം സാധനങ്ങളുടെ അമൂല്യമായ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ചില ഗോത്രവർഗങ്ങളുണ്ട്. അപ്പം അന്ന് ഇങ്ങനെ ചുറ്റിയാൽ മതി, നമുക്കത് കണ്ടെത്താൻ കഴിയും. അതൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം, നമ്മുടെ ഭക്ഷണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കണ്ടികൗത്തൊക്കെ കിട്ടാനുണ്ട്. ഒക്കെ പഴയ കാലത്ത് നമ്മളെ ഇഷ്ടം പോലെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പുരുഷന്മാർക്ക് നല്ല കരുത്തുണ്ടാക്കും ശരീരത്തിന്. അപ്പം ഇത്തരം ധാരാളം ഗുണങ്ങൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളമായി ഉള്ളതാണ് ഈ കാവുത്ത്. കാച്ചിൽ അടങ്ങിയിട്ടുള്ള ഡയോസ്റ്റനിൻ എന്ന സപ്പോണിൻ ഘടകം ശരീരത്തിലെ കോശങ്ങളിലാക്കുന്ന വീക്കങ്ങൾ തടയും, സന്ധിവാദം തടയും, അൾസർ തടയും. ഇതൊക്കെ കാച്ചിലിന് കഴിയും. കാച്ചിൽ എന്നാൽ ക്യാൻവിറ്റ്. ഈ ഘടകത്തിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ശേഷിയുണ്ടെന്ന് ലബോറട്ടറിയിൽ ധാരാളം പഠനങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ നമ്മളെ മണ്ണിൽ വിളയിച്ച മാണിക്കക്കല്ല് എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായും ശരിയാണ്. നമ്മളെ ഈ സാധനങ്ങൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക തന്നെ വേണം. ഇതിൻ്റെ ഒരു കാലമാണിപ്പോൾ. നമ്മളത് തിരിച്ച് ചേന, ചേമ്പ്, കാച്ചിൽ എന്ന കാവത്ത് ഇത് നമ്മൾ തിരിച്ചു കൊണ്ടുവരൽ നമ്മുടെ ഒരു അനിവാര്യതയാണ്. അതെല്ലാവരും കഴിക്കണം. അത് ആ പഴയ കാലത്തെ ഭക്ഷണ രീതികളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയും വേണം. അതേത് സമയത്ത് കഴിക്കും ചെയ്യും. ഇപ്പോൾ ഈ കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറയും. ഇപ്പോൾ ചേനങ്ങൾ പുഴുങ്ങിയിട്ട് ഒരു പാത്രത്തിലിട്ട് നിങ്ങൾ ഓഫീസിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ കടയിൽ ഒരു ലേശം കഞ്ഞി, ഒരു ലേശം ഈ ചേനയും കൊണ്ടുപോയിക്കോളൂ. കുറച്ച് കഴിച്ചാൽ തന്നെ ഞങ്ങൾക്ക് വയറ് നിറയും. ശരീരത്തിന് നല്ല ഗുണങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ, നമ്മുടെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ മണ്ണിൽ ഇപ്പോഴും ഈ സാധനങ്ങൾ ഉണ്ട്. ആ സാധനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയും. പെണ്ണിന് പെണ്ണാകാൻ കഴിയും, ആണിനാണാകാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കാച്ചിലിൻ്റെ കാവത്തിൻ്റെ ഗുണം പറഞ്ഞു കൊടുത്ത് ആണിന് ആണത്തം കൂട്ടും കാവത്ത്. അതേപോലെ തന്നെ പെണ്ണിന് അമിതമായ രക്തം പോക്ക് ഇല്ലാതെയാക്കും, ശരീരത്തിലുള്ള കെട്ടിക്കിടക്കലില്ലാതെയാക്കും. കെട്ടിക്കിടക്കലില്ലാതെയാവുന്നതാണ് വലിയ കാര്യം. ഇന്ന് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശതമാനം പെണ്ണുങ്ങൾക്ക് എന്തുണ്ടാവുന്ന രക്തം, ചില ആളുകൾക്ക്, ചില സ്ത്രീകൾക്ക് മാസത്തിൽ രക്തം വരൂല. വന്നു കഴിഞ്ഞാലോ 15, 16, 17, 18, 20 ദിവസം കഴിഞ്ഞാൽ രക്തം നിൽക്കൂല. ഇത് സർവ്വസാധാരണയാണ്. ഇനി രക്തം പൂർണ്ണമായി പോയിട്ടില്ല എങ്കിൽ തന്നെ ചില സ്ത്രീകൾക്ക് ഒരു സമയം കഴിഞ്ഞാൽ രക്തം പോകൂല, എന്നാൽ ശുദ്ധിയാവൂല, നിസ്കരിക്കാൻ പറ്റൂല. ഇതും സർവ്വസാധാരണയാണ്. അങ്ങനെയല്ല. അതായത് ഇനി 2, 4, 5 ദിവസം രക്തം പോയി, എന്നാൽ ശുദ്ധിയായോ? ശുദ്ധിയായില്ല, നിസ്കരിക്കാൻ പറ്റൂല, ശുദ്ധിയായില്ല, പൂർണ്ണമായി ശുദ്ധിയാവില്ല. എന്താ കാരണം ഇന്നത്തെ കോഴി, പിന്നെ അമിതമായ ഇറച്ചി ഉപയോഗം. ഇറച്ചി ഒരു ഔഷധമാണ്, അത് അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. ഈ ചേന, ചേമ്പ്, കാച്ചിൽ പോലെയല്ല ഇറച്ചി ഒരു പ്രത്യേക ഔഷധമാണ്, ഒരു ഗുണമുണ്ട് അതിന്. അതിൻ്റെ ഗുണം അതിന് ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാം. കോഴി ആഴ്ചയിലൊക്കെ ഉപയോഗിക്കാം. അപ്പം അത് നമ്മൾ പഴയ കാലത്ത് നമുക്കുണ്ടായിരുന്ന ഗുണങ്ങൾ. ഉദാഹരണം പറയാം, ഇപ്പം നമ്മളൊരവസ്ഥ, മത്തി നല്ലൊരു സാധനം, omega-3 ഏറ്റവും കൂടുതലുള്ളൊരു ഭക്ഷണ പദാർത്ഥമാണ്. എന്ത്? മത്തി. പക്ഷെ ഇപ്പം മത്തി ആകുമ്പോൾ 100 വട്ടം ആലോചിക്കണം. ഈ മത്തി വരുത്തനായിരിക്കും. അപ്പോൾ എന്താണ്, ഇതിൽ ഒരുപാട് കെമിക്കലുകൾ കൂട്ടും. ഇന്നലെ ഞാൻ ഇതുവഴി നാട്ടിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എത്തിയപ്പം മത്തിക്കട ഉണ്ട്. 1 കിലോ മത്തി വേണമെങ്കിൽ വാങ്ങുമെന്ന് പറഞ്ഞാൽ ഡ്രൈവറെ പറഞ്ഞയച്ചു. അപ്പം തിരിച്ചു വന്നു. അവനെ അറിയാൻ എന്നെ എന്നാണ് പറഞ്ഞു, 200 രൂപയാണ് വണ്ടി കയറി പോകാറ്. 200 രൂപയ്ക്ക് മത്തി ഞാൻ വാങ്ങൂല. 200 രൂപയ്ക്ക് മത്തി ഞാൻ വാങ്ങൂല. എന്താ കാരണം? 200 രൂപയ്ക്ക് ഞാൻ മത്തി വാങ്ങില്ല. മത്തി കയറി വന്നാൽ 100 രൂപ. മത്തിയുടെ ലാസ്റ്റാണ് 100 രൂപ. 100 രൂപയ്ക്ക് മത്തി വാങ്ങുക, 200 രൂപയ്ക്ക് വാങ്ങരുത്. എന്തുകൊണ്ട്? അത് വരവ് മത്തിയാണ്. നമ്മളെ കടപ്പുറത്ത് പിടിച്ചതല്ല.
നമ്മളെ കടപ്പുറത്ത് പിടിച്ചതാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ കെമിക്കലുകൾ കുറയും. ഇപ്പം മീനില്ലാതെ തിന്നാൻ പറ്റൂല എന്നുള്ള അവസ്ഥ ഇപ്പം ഈ അടുത്ത കാലത്ത് വന്നത്. ഇറച്ചിയോ മീനോ അല്ലെങ്കിൽ തിന്നാൻ പറ്റൂല അല്ലേ? പണ്ട് അങ്ങനെയല്ലല്ലോ, പണ്ടുണ്ട്. ഈ കാലത്ത് നമ്മൾ ഇപ്പോൾ ഇതാ പറഞ്ഞ ജൂൺ ജൂലൈ ഓഗസ്റ്റിൻ്റെ തുടക്കം വരെ നമുക്ക് ട്രോളിംഗ് നിരോധനം പണ്ടുണ്ട്. അക്കാലത്ത് എന്താ മീനായി ഉപയോഗിക്കുന്നറിയോ? ഉണക്കൽ. അത് കുറച്ച് നേരം രാവിലെ തന്നെ ഉച്ചക്ക് ഉണക്കൽ കറി വെക്കണം. മാന്തൽ, ഉണക്കമാന്തൽ കൊണ്ടുവന്ന് വെള്ളത്തിലിടും. ഓർമ്മയില്ല നിങ്ങൾക്കത്? ഇല്ലേ? ഉണക്കമാന്തൽ വെള്ളത്തിലിടും, ശരിക്ക് കഴുകും. എന്നിട്ട് ശരിക്ക് കഴുകി നല്ലപോലെ വെള്ളത്തിലിട്ട് 2-4 മണിക്കൂർ വെള്ളത്തിൽ കിടക്കും. എന്നിട്ടാണ് അതിന് കറി വെക്കുക. ഉണക്കമാന്തൽ ചിലപ്പോൾ ഉണക്കമാന്തൽ പൊരിക്കും. എന്താ അതിൻ്റെ രസം! ഇതുപോലത്തെ ഒരു കൂട്ടാൻ, ഇപ്പം ചേന ചേമ്പ് പോലത്തെ ഒരു കൂട്ടാനും കുറച്ച് ചോറും ഉണക്കമാന്തൽ പൊരിച്ചു. മുള്ളന് ചുടും. ഓർമ്മ നിങ്ങൾക്ക്? മുള്ളൻ ചുടും, ചുട്ടെടുക്കും. ആ ചുട്ട മുള്ളൻ്റെ രസം എന്താ? അതിൻ്റെ തൊലി അങ്ങനെ ഒന്ന് കളയും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? എന്താ അതിൻ്റെ രസം! മുള്ളൻ്റെ പൊതുവേ മുള്ളുണ്ടാകുക, പക്ഷെ കുറഞ്ഞ ഇറച്ചി ഉണ്ടാകും. ആ കുറഞ്ഞ ഇറച്ചി ചോറിലേക്കോ കഞ്ഞിയിലേക്കോ കൂട്ടി അതിൻ്റെ രസം എത്രയും അത് ചുട്ടെടുത്താൽ. ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരു സാധനം വില കൂടിയാൽ വാങ്ങരുത്, കാരണം അവരവായിരിക്കും. ഇപ്പോൾ ഒരു ആപ്പിളിന് എൻ്റെ കണക്കിൽ ആപ്പിളും നല്ലൊരു ആപ്പിള് കഴിക്കാൻ പറ്റിയ സമയത്താണെങ്കിൽ ആപ്പിളിന് 100 രൂപ. അതിൽ കൂട്ടരുത്. 200 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങണ്ട. അത് എന്ന് പറിച്ചെടുത്താന്ന് അറിയില്ല. അങ്ങനെ ആപ്പിൾ തിന്നേണ്ട ബാധ്യത നിനക്കില്ല. എൻ്റെ നാട്ടിൽ തന്നെ അല്ല ഭക്ഷണ സാധനം ഉണ്ടാവുന്നു, തിന്നോ. 1 കിലോ അരി വാങ്ങാൻ വേണ്ടി മനുഷ്യന്മാർ കഷ്ടപ്പെടുന്ന ഒരു നാട്ടിൽ 200-250 രൂപയ്ക്ക് നിനക്ക് എന്താ പറയുക, മറ്റേ ഇപ്പോൾ ഒരു ആപ്പിളല്ലാത്തൊരു പഴമുണ്ടല്ലോ, മറ്റേ എന്തായാലും പറയാ അല്ലടോ, നമ്മളെ മറ്റേ എന്താ പറയുക പാട്ടിലൊക്കെ പറയുന്നത് റമ്മാനിപ്പോൾ ഞാൻ നല്ലോണം കഴിക്കുന്നത് ഇഷ്ടമുള്ള പഴമാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് അന്വേഷിക്കുമ്പോഴൊക്കെ 250 രൂപ 1 കിലോ. എന്തിനാപ്പോൾ 250 രൂപയ്ക്ക് റുമ്മ വാങ്ങേണ്ട ആവശ്യം? 250 രൂപയ്ക്ക് റുമ്മ വാങ്ങി കഴിക്കുക. എന്തിൻ്റെ ആവശ്യം? ആവശ്യം എന്താണ്? എൻ്റെ നാട്ടിൽ ഇഷ്ടം പോലെ പഴയല്ലേ. പേരക്ക 30 രൂപ എടുത്താൽ മതി, 40 രൂപ എടുത്താൽ 30 രൂപ എടുത്താൽ മര്യാദക്ക് ഏറി 50 രൂപ. അതിലേറെ ആവശ്യം പേരക്കില്ല. ഈ പേരക്കൻ്റെ ഗുണം എത്രയാണ്? പേരക്കതിൻ്റെ ഗുണം എത്രയാണ്? അതിൻ്റെ ഗുണം. പേരക്ക 2 സൈസ് ഉണ്ട്. സീസണിലും സീസൺ ഇല്ലാത്തതുണ്ട്. ഈ നാട് കാണി വഴി ഇറങ്ങി വരുമ്പോൾ നോക്കുന്നുണ്ട്, സീസൺ തീരെയില്ല. കാട്ടുപേരക്കൊക്കെ സീസണില്ല. ചെറിയ പേരക്ക വല്ലാത്ത ഗുണമാണ് ഇതിന്. ഇതൊക്കെ നമുക്കിവിടെ കിട്ടും. ഇപ്പോഴും അതിൻ്റെ തൈ കിട്ടും. ഒരു പേരക്ക തൈ ഇപ്പോൾ നട്ടുപിടിപ്പിച്ച എത്രയും ഏത് കാലത്തും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊക്കെ നാച്ചുറൽ റെഡാണ്. ഇതൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ്. പല സൈസ് പേരക്കനെ ഒരുപാട് സൈസ് ഉണ്ട്. 200 രൂപ 250 രൂപ കൊടുത്തിട്ട് എന്തിനാ റുമ്മ വാങ്ങണത്? എൻ്റെ നാട്ടിൽ പേരക്കെന്നാ പോലെ. നാടനാണെങ്കിൽ വില കുറയും ചെയ്യും. നാടനാണെങ്കിൽ വില കുറയും. 30 രൂപ 40 രൂപ. എനിക്ക് ഓരോന്നിനും ഒരു ലിസ്റ്റ് ഉണ്ട്. എൻ്റെ അടുത്ത് ഞാൻ 30 രൂപ ഉണ്ട് ലിസ്റ്റ്. പേരക്കൊക്കെ 30 രൂപ. അങ്ങനെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വാങ്ങൂല. 40 എനിക്കിഷ്ടമല്ല. എനിക്ക് 30 അതെൻ്റെ കണക്ക്. മാങ്ങയാണെങ്കിൽ 50. 100 രൂപയ്ക്ക് മാങ്ങ ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ വാങ്ങിയിട്ടില്ല. 100 രൂപ ഇല്ലാത്തതുകൊണ്ടല്ല ഞാനത് വാങ്ങിയിട്ടില്ല. എനിക്കത് ഇഷ്ടമല്ല. അത് ഇസ്രാഫാണ്. 100 രൂപ എടുത്തൊരു മാങ്ങ വാങ്ങൽ എനിക്ക് സഹിക്കൂല. അത് പടച്ചൊന്നും തന്നെ എണ്ണത്തില്ലാത്തതുകൊണ്ടല്ല. ഞാൻ ദരിദ്രനായി ജീവിച്ച ഒരാളാണ്. ഒരു ദരിദ്രനായ മനുഷ്യൻ്റെ മകനാണ്. ഒരു ദരിദ്രനായ മനുഷ്യ സ്ത്രീയുടെ മകനാണ്. അപ്പം ഞാനത് പേടിക്കണം.
ഇല്ലാത്തല്ല, അവർക്കും ഇല്ലായിട്ടല്ല. എൻ്റെ വാപ്പാക്കൊക്കെ ഞമ്മത്തുണ്ടായിരുന്നു, ചോർക്കൊരു പരിധിൻ്റെ പരിധിക്കപ്പുറം പോകില്ല. 200 റുപ്യക്ക് മത്തി വാങ്ങി എൻ്റെ വാപ്പുള്ള കാലത്ത് ചെന്നാൽ തലപെട്ടു. അപ്പം ഡ്രൈവർ എന്നോട് പറഞ്ഞു, ഞാനിന്ന് മറ്റേടത്തൊക്കെ വാങ്ങിയത് 240 റുപ്യക്ക് 1 കിലോ മത്തിനെ. ഒന്നും മിണ്ടില്ല അവനോട്. ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ കമ്മിക്കില്ല. അങ്ങനെ മത്തി ഒന്നും ആവശ്യമില്ല. ആ മത്തിക്ക് ചൊറി ഉണ്ടാവും. ആ മത്തി വായിലച്ച ചൊറിയും. എന്തുകൊണ്ട്? ആ മത്തിയിൽ കെമിക്കൽ ഉണ്ടാവും. അപ്പം നമ്മളെ നാട്ടിലെ വിഭവങ്ങളെ നമ്മൾ മറന്നു, നമ്മളെ അനുഗ്രഹങ്ങളെയും നമ്മൾ മറന്നു. പിന്നെ ഒന്ന്, ഇനി രണ്ടാമത്തെ, ഈ കാലത്ത് നമ്മളെ ബാപ്പാര് ചെയ്തിരുന്ന പണി തോട്ടിക്ക് വലിയും കൊണ്ടുപോകും. ഈ കാലത്ത് നമ്മൾ വരവ് മത്സ്യം വാങ്ങൂല. വൈകുന്നേരം ആയാൽ ഒരു 2-3 പേരിൽ ഒരാളെങ്കിലും പോവും. അത് കുറച്ച് ചാറ്റിന് എടുത്ത് മറ്റൊടത്തും കൊടുത്തേക്കും. ചിലപ്പോൾ അവിടുന്ന് അവർ പോയിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കും, ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തേക്കും. ഓർമ്മയില്ല അതൊക്കെ. തോട്ട് കൊണ്ട് വലവുത്തും. വലവുത്തിയ നല്ല ഏറ്റു മത്സ്യം ഉണ്ടാവും അല്ലേ? അതെ, ഇഷ്ടം പോലെ ഉണ്ടാവും നല്ല നല്ല മത്സ്യം. ആ മത്സ്യങ്ങൾ, ഈ സമയത്തുള്ള മത്സ്യങ്ങൾ, ഏറ്റു മത്സ്യങ്ങൾക്കൊക്കെ നല്ല ഔഷധ ഗുണമുണ്ടാവും. ഓരോ മത്സ്യത്തിനും ഓരോ ഗുണങ്ങളുണ്ടാവും. അപ്പം ഈ സമയത്ത് നമ്മളെ പഴയ കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പഴയ കാലത്ത് ഈ സമയത്തൊന്നും ഈ സാധനങ്ങളൊന്നും വാങ്ങൂല. നമ്മൾ മുസ്ലിം സമുദായം, മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ഈ മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങളൊക്കെ ഈ സമയത്ത് അവർ എന്താ ചെയ്യുക? മത്സ്യമായും ഇത്തരം ഏറ്റു മത്സ്യങ്ങളാണ് കഴിക്കുക. അതിൽ ഒരു കെമിക്കലും ഉണ്ടാവില്ല. അതിൻ്റെ കറി മതി. മനസ്സിലായില്ല? കറി മതി, അതിൻ്റെ കറി മതി. ആ മത്സ്യം തന്നെ വേണമെന്നില്ല, ചെറിയ ചെറിയ മത്സ്യം ഉണ്ടായിരിക്കുക, അതിൻ്റെ കറി മതി. അതിൻ്റെ ഔഷധവിധി എത്രയാണ്? അപ്പം ഇതൊക്കെ നമ്മൾ അവസാനിച്ചപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് പോരാൻ നേരമില്ല. നമ്മൾ നമ്മളെ തന്നെ കൊല്ലാണ്. നമ്മൾ നമ്മളെ കൊല്ലുക, നമ്മൾ നശിപ്പിക്കുക. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ഈ പഠനം, ഇതിൻ്റെ 2ാം ഭാഗം, ഈ ചേമ്പ് കാച്ചിലിനെ കുറിച്ചുള്ള പഠനം ഇവിടെ തൽക്കാലം നിർത്താണ്. വീണ്ടും ശനിയാഴ്ച മറ്റൊരു പ്രസംഗം നടത്തും. അടുക്കളയിൽ ആരോഗ്യം, അതാണ് അടുത്ത വിഷയം. എങ്ങനെയൊക്കെയാണ്, എങ്ങനെയൊക്കെ ചെയ്യണം. ഇതൊക്കെ പഴയ കാലത്തെ ആളുകൾക്ക്, നമ്മുടെ എല്ലാ സമുദായത്തിലും പെട്ട സ്ത്രീകൾക്ക് നല്ല പോലെ അറിയായിരുന്നു. പക്ഷെ പുതിയ തലമുറയുടെ പെണ്ണുങ്ങൾക്ക് അറിയില്ല. ഇതൊക്കെ ഒന്നും സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ആരോഗ്യം ക്ഷയിച്ചു പോകും. ഒരു മനുഷ്യന് ആരോഗ്യം, ആയുസ് പടച്ചവൻ നിശ്ചയിക്കും. പക്ഷെ ആരോഗ്യം വലിയ കാര്യമാണ്. ആരോഗ്യമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. ആരോഗ്യം ഉണ്ടാവുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. ഭക്ഷണത്തെ അതിൻ്റെ വൃത്തിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. എല്ലാവരും ചിന്തിക്കണം, അവരുടെ ജീവിത രീതിയെ നന്നാക്കിയെടുക്കണം. പെണ്ണുങ്ങൾക്ക് ആരാധന, അത് ഹിന്ദു സ്ത്രീയാണെങ്കിലും അവരുടെ ദൈവാരാധന അടുക്കളയായിരുന്നു. ആ വീട്ടിലുള്ളവർക്കും വീട്ടിൽ വരുന്നവർക്കും മാന്യമായി ഭക്ഷണം കൊടുത്തു എന്നതാണ് ഏത് കാലഘട്ടത്തിലെയും പെണ്ണുങ്ങൾ ദൈവസമർപ്പണം നടത്തിയിട്ടുള്ളത്. അല്ലാതെ അവർക്ക് തപസ്സിരിക്കേണ്ട ആവശ്യമില്ല. ഒരു പെണ്ണ് തപസ് ചെയ്ത ചരിത്രം ഹൈന്ദവ ചരിത്രത്തിനില്ല. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ചരിത്രമുണ്ട്. ഒരു പെണ്ണ് എഴുത്തിക്കാഫ് ഇരിക്കാൻ പോകണ ഒരു ചരിത്രം നമുക്കില്ല. അതേസമയത്ത് പെണ്ണ് അടുക്കളയിൽ എഴുത്തിക്കാഫ്. പെണ്ണൊന്നും ചെയ്യണ്ട, പെണ്ണ് എന്ത് ചെയ്താൽ മതി. പെണ്ണിന് പടച്ചതമ്പുരാൻ കൊടുത്തൊരു കഴിവുണ്ട്. അത് ഭക്ഷണം ഉണ്ടാക്കുക, സമാധാനപ്പെടുത്തുക, വീട്ടിൽ വരുന്ന ഭർത്താവിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, കുട്ടികളെ സംരക്ഷിക്കുക. ഒന്നും ചെയ്യണ്ട. അല്ലാതെ ഇന്നിപ്പോൾ ഈ കാണുന്ന എല്ലാ ദിക്കറും ചെല്ലുന്ന, ഇപ്പം എൻ്റെ അമ്മയൊക്കെ സ്വാധീനത്തായാലും വരുന്നു, എൻ്റെ വല്യമ്മ ചെറിയ ദിക്കറുണ്ട്, അതൊക്കെ ഒരു ചെല്ലി ജീവിക്കും, അടുക്കള വൃത്തിയാക്കും. പിന്നെ ഒരു വേസ്റ്റ് വീട്ടിൽ കിടക്കൂല. ഇന്നിപ്പോൾ നമ്മളുടെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ വേസ്റ്റാണ്. വീട്ടിൽ വേസ്റ്റാണ്, പരിസരത്ത് വേസ്റ്റാണ്. അത് പണ്ടത്തെ കാലത്തില്ല. പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെ, ഞാൻ പറയട്ടെ, ഇന്നത്തെ പോലെ മാർബിളോ മറ്റോ ഉള്ള വീടുകളില്ല. ഒക്കെ നിലം മെഴുകിയ വീടുകളാണ്. പക്ഷെ വീട്ടിൽ നല്ല വൃത്തിയാണ്. ഒരു മാറാലുണ്ടാവില്ല. മാറാല കിട്ടിയാൽ മരണം സംഭവിക്കുന്നവർക്ക് പേടിയാണ്.
ഒരു ജനലില്ലോ. സത്യമല്ല ഞാനീ പറയുന്നത്. മാറാല മറ്റൊക്കെ ഉണ്ടാകേണ്ട എത്രയും സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരു മാറാല കെട്ടി നിൽക്കൂല. ഒരു മാറാല എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, മരണം സംഭവിക്കുന്ന പേടി. എൻ്റെ വല്യമ്മ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, മാറാല കെട്ടിക്കരുത്, മരണം സംഭവിക്കുന്നു, ഒരു ആപത്ത് വരും. അതിൻ്റെ അർത്ഥം അതാണ്, മാറാല തൂങ്ങിയാൽ മരണം സംഭവിക്കും. വല്യമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എന്ത് ആപത്ത്? ഈ ആപത്തിൻ്റെ അർത്ഥം അഴുക്കുണ്ടാവുക. അഴുക്ക് കെട്ടി നിൽക്കരുത്. വീട് ശുദ്ധിയായി കിടക്കണം. അന്ന് വീട് ശുദ്ധിയാക്കേണ്ട പണി എത്ര, അന്ന് അലക്കേണ്ട പണി എത്ര. ഇന്നിപ്പോ എന്താണ് നമ്മളെ വീടുകളിലൊക്കെ ഉള്ള വേസ്റ്റ് എത്രയാ? ഉപദ്രവിക്കുന്ന ജീവികളൊക്കെ കൊല്ലാം. അപ്പൊ ചുരുക്കത്തിൽ ശ്രദ്ധിക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ അടുക്കള ശ്രദ്ധിക്കുന്ന വേണം. പെണ്ണുങ്ങളുടെ ഇബാദത്ത് അടുക്കള ശ്രദ്ധിക്കലാണ്. അവർക്ക് ശുദ്ധി ഉണ്ടാകുമ്പോൾ അവർക്ക് നിസ്കരിക്കുക. പെണ്ണ് ഇഅ്തികാഫ് ചെയ്ത് യാമടി പള്ളിയിൽ പോയ ചരിത്രമില്ലല്ലോ. പെണ്ണെന്താ ചെയ്യേണ്ടത്? പെണ്ണ് വീടിനെ ശുദ്ധീകരിക്കുക, അടുക്കള ശ്രദ്ധിക്കുക, വീട് വൃത്തിയാക്കുക, വീടിൽ വരുന്നവർക്ക് സന്തോഷം കൊടുക്കുക, ഭർത്താവിനെ പരിചരിക്കുക, കുട്ടികളെ സമാധാനിപ്പിക്കുക. ഭർത്താവ് എന്തൊരു പ്രശ്നമെങ്കിലും തെസ്കുനൂയിലെയാ പെണ്ണിൻ്റെ അടുത്ത് വരുമ്പോൾ സമാധാനം ഉണ്ടാകുക. എന്തിനാ പെണ്ണിൻ്റെ അടുത്ത് പോയ സമാധാനം ഉണ്ടാവും? ഖുർആൻ പറഞ്ഞ വാക്കല്ലേ അത്? എന്തിനാ പെണ്ണിൻ്റെ അടുത്ത് പോയ ആണുങ്ങൾക്ക് സമാധാനം? ഇതിനാണ് പെണ്ണ്. അപ്പം പെണ്ണുങ്ങളുടെ ഇബാദത്തിൻ്റെ പെണ്ണിൻ്റെ അടുത്ത് വരുമ്പോൾ ആണിന് സമാധാനം ഉണ്ടാകും. അത് അവൻ്റെ ഉത്തരവാദിത്വം. അല്ലാതെ കുറേ ദിക്റല്ലേ ഒന്നുമല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه